രണ്ടുപേരും കൂടി വരുന്ന ആത്മാക്കളെല്ലാം എങ്ങനെ നരകത്തിലേക്ക് തള്ളിയിടാം എന്നാണ് നോക്കുന്നത്. അമ്മാതിരി രണ്ട് ഐറ്റംസ് ആണിത്. ഇനി ഗാർഡിയൻസിന് നിങ്ങളുടെ വാദം ആരംഭിക്കാം. നിങ്ങൾക്ക് തന്റെ സഹപ്രവർത്തകന്റെ അവസാനത്തെ വാക്കുകൾ ഓർമ്മയുണ്ടോ? അപ്പോൾ തന്നെ കിം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കാൻ തുടങ്ങി. ശരിക്കും കിം അന്ന് അയാളെ രക്ഷിക്കാനായിട്ട് തന്നെ പോയതായിരുന്നു. എന്നാൽ അതിന് സമ്മതിക്കാതിരുന്നത് അയാൾ തന്നെയാണ്. ഡാ, ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് കേൾക്ക്. നീ ഇപ്പോൾ തീ അണയ്ക്കാൻ നോക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് തകർന്നുകൊണ്ടിരിക്കുക, ഒന്ന് പെട്ടെന്ന് പോ. ശരി, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചെത്താം. അതും പറഞ്ഞ് അവിടെ പരിക്കേറ്റ് കിടന്നിരുന്ന മറ്റൊരാളെയും രക്ഷിച്ചുകൊണ്ട് കിം പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവൻ തിരികെ വരുന്നതിന് മുന്നേ തന്നെ ആ കെട്ടിടം മുഴുവനും നിലം പൊത്തിയിരുന്നു. ശരി, അവസാനമായിട്ട് നിന്നോട് ഒരു ചോദ്യം കൂടി. അന്ന് നീ എത്ര പേരെ രക്ഷിച്ചിരുന്നു? അതെനിക്കറിയില്ല, എനിക്കത് ഓർക്കാനേ കഴിയുന്നില്ല. എന്നാൽ എനിക്കറിയാം, അന്ന് കിം 8 പേരുടെ ജീവനാണ് രക്ഷിച്ചത്. ഇവന്റെ ഈ ത്യാഗപ്രവർത്തി അന്ന് രാത്രിയിലെ വലിയ വാർത്തയായിരുന്നു. 8 അപരിചിതരെയാണ് അയാൾ രക്ഷിച്ചത്. അതുമൂലം സ്വന്തം സഹപ്രവർത്തകനെ രക്ഷിക്കാൻ കഴിയാതെ വന്നു. പിന്നെങ്ങനെയാണ് നഷ്ടപ്പെട്ട ജീവന്റെയും തിരിച്ചു കിട്ടിയതിന്റെയും വിലയിൽ ഇത്രയും അന്തരം? അങ്ങനെ മരണത്തിന്റെ ദേവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. ഇതാണ് എന്റെ അന്തിമ വിധി. സ്വന്തം സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാനായില്ലെങ്കിലും ആ പ്രവൃത്തിയിലൂടെ മറ്റനേകം പേരുടെ ജീവൻ തിരിച്ചു കിട്ടി. ആയതിനാൽ തന്നെ ഈ നേരിട്ടുള്ള കൊലപാതകം തള്ളിപ്പോകുന്നതാണ്. അങ്ങനെ ആദ്യത്തെ കടമ്പ ഇവർ വിജയകരമായി മറികടക്കുന്നു. ഇനി രണ്ടാമത്തെ വിചാരണയ്ക്കായിട്ട് അവർ 3 പേരും കൂടി കിമ്മിനെയും കൊണ്ട് പോവുകയാണ്. അതേസമയം തന്നെ ഡിയോക്ക് കിം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മടി കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. നീ നിന്റെ ജീവിതം എത്ര നന്നായിട്ട് ജീവിച്ചു എന്നാണ് അടുത്ത വിചാരണയിൽ പരിശോധിക്കുന്നത്. അതെ, നമ്മൾ കോൾ അടിച്ചെന്ന് തോന്നുന്നു. ഇവന്റെ പേരിൽ ഒരു കുറ്റം പോലുമില്ല. ജീവിതകാലം മുഴുവനും അത്രയും കഷ്ടപ്പെട്ടാണ് ഇവൻ ജീവിച്ചത്. എന്നെ പോലെ ഒരാളെ നിങ്ങൾ എന്തിനാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ഓരോ പൊട്ടത്തരം വിളിച്ചു പറയാതെ. പുനർജന്മം നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? എനിക്ക് പുനർജന്മം ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് യമരാജാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ യുഗത്തിൽ 49 ആത്മാക്കളെ ഞങ്ങൾ പുനർജീവിപ്പിച്ചാൽ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും പുനർജനിക്കാം. അതും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജനിക്കാം. ഏതെങ്കിലും കോടീശ്വരന്റെ മകനായിട്ട് ജനിച്ചാൽ മതി എനിക്ക്. നിന്നെ പോലുള്ള ആത്മാക്കളെ സഹായിക്കുന്നതിലൂടെ മാത്രമേ ഞങ്ങൾക്ക് അതിനെല്ലാം സാധിക്കൂ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ദേ ഒരു മീൻ ചാടി വരുന്നു. അവയുടെ കണ്ണിലേക്ക് നോക്കരുത്. ആളുകളുടെ കണ്ണിൽ നോക്കിയിട്ട് അത് വേട്ടയാടുന്നത്. നോക്കുന്ന ആത്മാക്കളുടെ പുറകെ വന്ന് അവർ അതിനെ കടിച്ചു കീറും. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാം. മടിയന്മാരെ ശിക്ഷിക്കുന്ന ദേവതയോട് ഒരിക്കൽ പോലും എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒടുക്കം അവർ മടിയന്മാരുടെ നരകത്തിൽ എത്തിച്ചേരുന്നു. മടിയെ നിർവചിച്ചിരിക്കുന്നത് മനുഷ്യന് നൽകിയിരിക്കുന്ന അമൂല്യമായ ജീവിതത്തെ അലസതയും അശ്രദ്ധയാലും പാഴാക്കി കളയുന്നതിനെയാണ്. പക്ഷേ ഇവിടെ കിമ്മിന്റെ ജീവിതത്തിൽ മടിയുടെ ഒരു അംശം പോലും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കാം. ഇതാണ് മടിയുടെ ദേവത. ഡിയോക്ക് കിമ്മിന്റെ ജീവിതം മുഴുവനും ഒരു കണ്ണാടി പോലെ ദേവതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള താല്പര്യം മനുഷ്യരോട് മാത്രമായിരുന്നില്ല, മൃഗങ്ങളെയും അദ്ദേഹം അതുപോലെ തന്നെ രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ തൊഴിൽ അദ്ദേഹത്തിന് ധാരാളം അപകടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും അദ്ദേഹം കൂട്ടാക്കി